നമസ്കാരം. ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ലെറ്റ്സ് വെൽക്കം നസീർക്ക, പക്രു ചേട്ടാൻ, ബിജുകുട്ടി ചേട്ടാ. നമസ്കാരം. നമസ്കാരം. ആദ്യത്തെ സ്കിറ്റ് അങ്ങോട്ടായാലോ? വിളിക്കാം. ഒരു നല്ല സ്കിറ്റ് ആയിരിക്കും, കാര്യം നല്ല കോമ്പിനേഷൻ ആണ് വരാൻ പോകുന്നത്. ശെൽവനുണ്ട്, മനോജേട്ടനുണ്ട്, സുമിയുണ്ട്. ഒരു നല്ല കേടി. ശുദ്ധം 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 എല്ലാവരും എപ്പോഴും ശുദ്ധമായിരിക്കണം. എല്ലാ നെഗറ്റീവ് എനർജിയും പോട്ടെ. കാരണം കബഡി നോക്കി ഫലം പറയുന്ന തറവാടാ ഇത്. ഇവിടെ എപ്പോഴും മന്ത്രമുഖരിതമായിരിക്കണം. അശുദ്ധമായിട്ടുള്ള വാക്കുകൾ പോലും ഞാനിവിടെ പ്രവേശിപ്പിക്കാറില്ല. ശുദ്ധം ശുദ്ധം. ആരുടെ കൂറയാണോ ഇത്? ആരുടെ കൂറ ഇത്? ഇത് കണ്ടിട്ടാ ശങ്കരന്റെയാ. തെങ്ങേറാൻ വരുന്ന ശങ്കരന്റെ കൂറ തറവാട്ടിനകത്ത് കൊണ്ടുവന്ന് കയറ്റാൻ ഇവരെയൊക്കെ പണിക്ക് വിളിക്കുന്ന എന്നെ വേണം പച്ച കവളമടൽ വെട്ടി അടിക്കാന്. നീ വേണം നാളെ മുതൽ നീ പഠിക്കുക, നീ കാണിച്ചു കൊടുക്കാം. ശുദ്ധം ശുദ്ധം. സംസ്കൃത ശ്ലോകമാകാം. ആഹാ. അഷ്ടത്തരോ ബ്രഹ്മകിടാ വക്രത്വമേവം ഇയം ആകാശവാണി സമൃദ്ധി വാർത്താഹ ബലഹിതാനന്ദ സാഗരാ ഇത് യക്രതം വക്രമക്ര ചുമ്മാ സംസ്കൃതം ചൊല്ലി മേലണക്കിലെ ക്രാക്ക് വീഴുന്നല്ലാതെ എനിക്കൊന്നും തോന്നില്ല. 6500 പേജ്. ഇത് ആരെ കൊണ്ട് പറ്റും ചുമ്മാ നാക്കിലെ വെള്ളം പറ്റിക്കാനായിട്ട്? എന്നെ കാണിച്ചു തരാടി ഞാൻ. നീ നിന്റെ വീട്ടുകാരോട് കൂടി എന്നെ അങ്ങ് നശിപ്പിക്കാന്ന് വിചാരിച്ചു. അത് നടക്കുന്നത്. ഞാൻ ഇവിടുന്ന് കാണിച്ചു തരാടി. നിന്നെ ഞാൻ കാണിച്ചു തന്നിട്ട് ഞാൻ ഇവിടുന്ന് പോകും. തലേ തുളസിത്തറയുള്ള അമ്മച്ചി കൊട്ടേഷൻ കൊണ്ട് വന്നതല്ലേ ഞാനങ്ങ് പടിഞ്ഞാറുന്ന് വരുവാ. ഞാൻ ഒരുപാട് കറങ്ങി ഇവിടെ വരെ വന്നത്. അറബിക്കടലിൽ നിന്ന ന്യൂനമർദ്ദമല്ല, പിന്നെ ഞാനങ്ങ് ആലപ്പുഴയിൽ നിന്ന് വരുമായിരുന്നു. ആലപ്പുഴയല്ലേ? ചേർത്തല. അതെ, ചോദിക്കാതെയും പറയാതെയും ഒരാൾക്കും ഇങ്ങോട്ട് പ്രവേശനമില്ല. പൂമുഖം കിടക്കുമ്പോ ശ്രദ്ധിക്കണം. അമ്മച്ചിയുടെ പേരെന്തുവാ? ഭഗീരഥി. എന്നാ പൂമുഖത്ത് ഒരു ബോർഡ് എഴുതി വെക്ക. എന്താ ബോർഡ്? ഭഗീരഥി കൊണ്ട് കടിക്കുവെന്ന്. അതാണോ പറഞ്ഞത്? മച്ചിൽ ചാത്തന്മാര് കുടികൊള്ളുന്ന തറവാടാ ഇത്. ആണോ? അതെ. ഇത്രയും സൗകര്യം ഉണ്ടായിട്ട് മച്ചിൽ കയറി ചാത്തനടിച്ചിട്ട് എന്തിനാ കുടികൊള്ളുന്ന അമ്മരല്ല അവിടെ? അടിച്ചിട്ട് കുടികൊള്ളുന്നതല്ല പറഞ്ഞത്. മച്ചിൽ ചാത്തന്മാര് കുടികൊള്ളുന്ന തറവാടാ ഇത്. അതെന്താ ചെറുതാ പറയുന്നേ? ചാത്തൻ കേക്കും. അമ്മച്ചി, ഞാൻ പോകുന്നതിന് എന്നെ ചാത്തനെന്ന് കാണിക്കാമോ? അങ്ങനെ കാണാൻ പറ്റത്തില്ല. ഞങ്ങള് പൂട്ടിയേക്കുവാ. ഇതുവരെ ഞങ്ങൾ പോലും കണ്ടിട്ടില്ല. അപ്പൊ കള്ളമല്ലേ കാണിക്കുന്നത്? കാണാത്ത കാര്യം പറഞ്ഞു കള്ളം പറഞ്ഞു പിടിപ്പിക്കും. പഴമക്കാര് പഴം. അല്ല, ഇപ്പൊ എന്താ ഇങ്ങോട്ട് വന്നത്? ഞാനേ ജോത്സ്യനെ ഒന്ന് കാണാൻ വേണ്ടി വന്നായിരുന്നു. ഓ, എന്റെ മകൻ ദത്തൻ. അദ്ദേഹത്തെ എന്നിട്ട് വിളിക്കാൻ വെച്ചേ. അയ്യോ, കാണാൻ പറ്റത്തില്ല. എന്താ? അവൻ അകത്ത് വലിയ പൂജയില. പൂജക്ക് എന്തായിരുന്നു കറി? അതെന്തുവാ? അല്ലേ ഏമ്പക്കം വിടുന്നു. അകത്തിരുന്ന് ജപിക്കുവാന്നോ? ഞങ്ങളൊക്കെ ചവയ്ക്കുമ്പോഴാ ഏമ്പക്കം വരുന്നത്. അദ്ദേഹത്തിനോട് വന്നിട്ട് പറഞ്ഞിട്ട് കബഡി നിരത്തിട്ട് എന്നെ ഒന്ന് സഹായിക്കാൻ. ഓ, അപ്പൊ കബഡി നിരത്തി പ്രശ്നപരിഹാരത്തിന് വന്നതാ. സൂര്യനെ ഒന്ന് നോക്കിക്കേ. കണ്ണങ്ങ് പോയ കണ്ടോ? അർദ്ധചക്രത്തിൽ നിൽക്കുവാണ് സൂര്യൻ. വിരലിന്റെ ഇടയ്ക്കോട്ടെ നോക്കിട്ട് വെച്ച് കീച്ചു പോവാ. അത് പൂർണ്ണതയിൽ എത്തുമ്പോ മാത്രമേ കബഡി നിരത്താവൂ. എന്താ കബഡി വെലുത്തിട്ട് ഉണക്കാൻ വേണ്ടിയാണ്. അതിൻ്റെതായ സമയമുണ്ട്. നിനക്ക് ഇഷ്ടപ്പെടുന്ന പ്രകാരം അങ്ങോട്ട് കബഡി നിരത്താൻ പറ്റത്തൊന്നുമില്ല. അല്ലാന്നുണ്ടെങ്കിൽ കബഡി കള്ളം പറയും. നിങ്ങളത്രയും കള്ളൊന്നും കബഡി പറയത്തില്ലേ? എന്തോ ചെയ്യാനാ? അല്ലേലും തറവാന്റെ മുകളിൽ കൂടെ രാവിലെ കാക്ക പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി മിറ്റത്ത് ഒരാൾ വരുമെന്ന്. എന്റെ കാക്ക കുത്തി കൊണ്ടിട്ടല്ല ഞാൻ ആലപ്പുഴ KSRTC ഇവിടെ വരെ വന്നത്. ഡബിൾ ചാർജ് എടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അല്ല, വിവരക്കേട് കൂടെ കൊണ്ട് നടക്കുന്നതിന് കണ്ടക്ടർ പൈസ എടുത്തോന്ന് അറിയാനായിരുന്നു. ഇത് എന്റെ ദത്തം വരണം, എന്നാലേ തീരത്തുള്ളൂ. നിന്റെ പ്രശ്നത്തിനെല്ലാം പരിഹാരം. നീ സമാധാനപ്പെട. ദത്തോ എന്താ അമ്മേ? ദത്തോ എന്താ അമ്മേ? ദത്തോ എന്താ? ദത്താ, ഇങ്ങോട്ട് വരിക. നിന്നെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു. ഞാൻ ഇപ്പൊ വരാവേ. ലേശം ധൃതി ഉണ്ടേ. നമസ്കാരം ഉണ്ട്. എവിടുന്നാ വന്നേ? നമസ്കാരം വന്ന് ഇപ്പൊ എന്റെ വായിന്നാ വന്നത്. അതല്ല, നിങ്ങൾ എവിടുന്നാ വന്നേന്ന്? ഞാനങ്ങ് ആലപ്പുഴന്ന് വരുവാ. ആലപ്പുഴന്ന്. ആ, ശരി. എന്റെ പ്രശ്നം ഒന്ന് പരിഹരിച്ചു തരണം. തീർച്ചയായിട്ടും പ്രശ്നം പരിഹരിക്കാം. ഇരിക്ക. കണ്ണടച്ച പ്രാർത്ഥിച്ചോളോ.
നല്ല പ്രശ്നമാണ് കാണുന്നത്, തുറന്നോളൂ. അപ്പൊ നമുക്ക് ഖുഷ്ബുവിന്റെ ആരാധകനാന്ന് എങ്ങനെ മനസ്സിലായി? ഖുഷ്ബു എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നു. ഖുഷ്ബു എന്നാ? ഇവിടെ എഴുതി വെച്ചേക്കുന്നു. ഇത് രാശിപ്പലകയാണ്. ഖുഷ്ബു എന്ന് എഴുതി വെച്ചേക്കുന്നത്. ഇതാണ് കേട്ടോ. ഇടവരാശി, മിഥുന രാശി, അങ്ങനെ മേടരാശി, അങ്ങനെ പലതരം രാശികളാണിത്. ഇതെന്റെ ഒരു വാശിയായത്. കൈയെടുക്കും. രാശിപ്പലക വാശി കാണിക്കുന്നു. എന്റെ സ്വഭാവം മാറിയുണ്ടല്ലോ. രാശിപ്പലക ക്ഷമ പറ, ക്ഷമ പറ. രാശിപ്പലയ്ക്ക് ക്ഷമ അങ്ങനെയല്ലേ പറഞ്ഞേ. ക്ഷമിക്കൂ, രാശിപ്പലകയെ ക്ഷമിക്കൂ പറ. രാശിപ്പലകയെ ക്ഷമിക്കൂ, രാശിപ്പലകയെ ക്ഷമിക്കൂ. ഇനി മേല ഞാൻ വെച്ച് കീച്ചു തന്നെ പന്നുന്ന ഞാൻ. നാളെ പറയാ. മൂലത്തിലൊന്ന് നോക്കാമോ? ആദ്യം രാശിപ്പലക വെച്ച് നോക്കട്ടെ, പിന്നെ അല്ല എന്റെ മൂലം നാളെ അത് വെച്ച് നോക്കാമോ? നോക്കാം. ഇത് എന്താ നേര് വരുക്കുന്നത്? സാധനമായിട്ട് കളക്കല്ലേ? സൗണ്ട് കേട്ടപ്പോൾ സൗണ്ട് കിടക്കല്ലേ? നേര് വരുന്നുണ്ട്. നിന്നെ കൊല്ലും ഞാൻ. രാശിപ്പലക കിടക്കല്ലേ സാധനം? നീ മേല രാശിപ്പലകയിൽ വാശി കാണിക്കരുത്. ആരാന്തോ എവിടെ നിന്നോ കൈ കാശ് തന്നെ. പ്രശ്നം പറയാ, കറക്റ്റ് ആയിട്ട് പറയാം. പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയായിട്ടുള്ള വിഷയമാണ്. ഭാര്യയായിട്ടുള്ള വിഷയമാണ്. ഭാര്യയായിട്ടുള്ള വിഷയമാണ്. എന്താണ് വിഷയം? ഒരു സ്നേഹക്കുറവും ഒരു അവക്ക് എന്നോടൊരു മമതയില്ല. എന്താ കാര്യം? എന്താ മമതയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ ഒരു മുട്ട പിഴുങ്ങി ഇങ്ങനെ കഴിക്കാൻ നിൽക്കുകയാണെങ്കിലേ ഇവള് പെട്ടെന്ന് അങ്ങോട്ട് തട്ടിക്കളയും. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം. പരിഹാരം ഉണ്ടാക്കാം. ഇത് സാധാരണ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ ഇത് ഈ മുട്ട അതൊക്കെ പറഞ്ഞാൽ മതി. സീരിയൽ കാണുന്നില്ല, നല്ല രസമുണ്ട് കേൾക്കാൻ. ആണല്ലേ? ഇത് മാത്രമല്ല, അത് വേറെ പ്രശ്നങ്ങളും ഉണ്ട്. എന്തോ കൊണ്ടുവന്നാലും അങ്ങോട്ട് തികയുന്നില്ല. അങ്ങോട്ട് കൺട്രോൾ ഇല്ലാതെ പൈസ പോയിക്കൊണ്ടിരിക്കുന്ന കൺട്രോളിംഗ് അങ്ങോട്ട് ആവുന്നില്ല. കൺട്രോൾഡ് ആവുന്നില്ല. എന്താണ് ജോലി? എന്താണ് എന്ന് പറയാ? ജോലി ഇല്ല, പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല. പിന്നെ കുലുക്കിയിടുവാണോ പൈസ? അതല്ല, ഞാൻ എല്ലപ്പോഴും ഒക്കെ ജോലി കിട്ടുമല്ലോ. ജോലി കിട്ടും വല്ലപ്പോഴും. ജോലി കിട്ടുമ്പോൾ ഇച്ചിരി ചില്ലറ കിട്ടും. അത് വീട്ടിലോട്ട് കൊണ്ടുവന്ന് കഴിയുമ്പോ കൺട്രോൾ ഇല്ല. അങ്ങ് പോവാ. വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വേറെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഇവക്കാണെങ്കിൽ എന്നോട് സ്നേഹമൊന്നുമില്ല. പിന്നെ ഇവിടെ അച്ഛനോടും അമ്മയോടും ഒക്കെ സ്നേഹം, അനിയന്മാരോടും ചേട്ടന്മാരോടും ഒക്കെ സ്നേഹവും, അവർക്ക് കട്ടിൽ വിരിച്ചു കൊടുക്കുന്നു, ആരെങ്കിലും വിളിച്ചു, അത് കഴിഞ്ഞ് ലാസ്റ്റ് തന്നെ നോക്കുന്നത്. അതൊക്കെ അതായത് ഭാര്യയ്ക്ക് സ്നേഹം കൂടുതലും അവരുടെ വീട്ടുകാരോട്. അവരുടെ വീട്ടുകാരോട്. നിങ്ങൾ എവിടെയാണ് താമസം? ഭാര്യയുടെ വീട്ടില്. അവിടെ അട്ടിപ്പേര് കിടന്ന് തിന്നിട്ട് അവര് തരുന്നത് കുറഞ്ഞു പോയെന്നും പറഞ്ഞ് പരാതി. നിങ്ങൾ മാറണം. അവിടെ മാറി വേറെ എവിടെയെങ്കിലും പോയി താമസിക്കണം കേട്ടോ, അല്ലെങ്കിൽ അവരെ അടിച്ചിറക്കും. അമ്മയായിട്ട് സംസാരിച്ചോ? സംസാരിച്ചായിരുന്നു. ഭാഗ്യമുള്ള ജന്മമാണ് കേട്ടോ. ചരിത്രത്തിലുണ്ടായിരുന്നു അമ്മ. ചരിത്രത്തിൽ പല ഏടുകളിലും ഉണ്ട് അമ്മ. അമ്മ എന്താ മഷിയായിരുന്നു? ചരിത്ര ഏടുകളിൽ ഇല്ലം പഴയ തറവാടാ. ചരിത്ര ഏടുകളിലുള്ള എന്റെ അമ്മയെ കുറിച്ച് അറിയില്ലല്ലേ? അമ്മയെ കുറിച്ചൊന്നും അറിയില്ല. അമ്മ തലമുറകളായി മാറിക്കിട്ടിയ എന്റെ ഭാഗ്യമായ എന്റെ അമ്മ. ഒന്ന് തൊഴുതേക്കൂ മേ. അപ്പൊ ഞാൻ പരിഹാരം പറയാം. പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വീടിന്റെ 4 വശത്തുനിന്ന് മണ്ണെടുത്തോണ്ട് വരണം. വീട് ഇടിച്ചു വീഴത്തില്ലേ? JCBക്ക് തോണ്ടി മാറ്റണമെന്നല്ല പറഞ്ഞ. നമ്മളെ കൈപ്പിടിയിൽ ഒതുക്കണം. ഒതുക്കി അമ്മയുടെ കൈ കൊണ്ട് കൊടുക്കണം. 7 ദിവസം അമ്മ ഇത് മണ്ണ് വിളക്കിന്റെ ഫ്രണ്ടിൽ വെച്ച് പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചിട്ട് ഈ അമ്മ 7-ാം ദിവസം നിങ്ങളുടെ കയ്യിലേക്ക് ഈ മണ്ണ് തരും. എന്റെ ഉള്ളം കൈ പൊള്ളാനോ? അല്ല, ഇതുകൊണ്ട് നിങ്ങള് വീട്ടിൽ യഥാസ്ഥാനത്ത് വെക്കണം. അതായത് സ്ഥാനം എന്ന് പറയുന്നത് വടക്കേപ്പുറത്ത് തന്നെ കൊണ്ടുവയ്ക്കണം. കിഴക്ക് വശത്താണ് അമ്മയെ വെക്കേണ്ടത്. വടക്കേപ്പുറമാണ് സ്ഥാനം. അമ്മ കിഴക്ക് വശത്താണ് നമ്മളെ ഇത് സ്ഥാപിക്കേണ്ടത്. വടക്കേപ്പുറമാണ് നമ്മുടെ മൂലസ്ഥാനം. കിഴക്ക് വശത്താണ് നമ്മൾ ഈ മണ്ണ് സ്ഥാപിക്കേണ്ട സ്ഥലം. നീ കിഴക്കെന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന കുഞ്ഞേ? അമ്മച്ചിക്ക് എന്തോ ഈ വടക്ക് ഭാഗത്ത് ഇത്ര വെപ്രാളം? വടക്കേപ്പുറത്താണ് അടുക്കള. അവിടെ ആണ് എപ്പോഴും പെണ്ണുങ്ങൾ പരിവാരം ചെയ്യുന്നത്. അപ്പൊ അവർക്ക് കിഴക്ക് ഭാഗത്താണ് മണ്ണ് വെക്കേണ്ടത്. അതല്ലേ നമ്മൾ അങ്ങനല്ലേ ചെയ്തിട്ടുള്ള ക്രിയ ചെയ്യുമ്പോ? വടക്കേപ്പുറത്ത് വെക്കണം. കിഴക്കെന്ന് പറഞ്ഞാൽ ഉദയം. വടക്കേപ്പുറത്ത് വെക്കണം എന്ന് പറഞ്ഞപ്പം ധിക്കാരം തുടങ്ങിയത്. വടക്കേപ്പുറത്ത് വെക്കണം. കിഴക്ക് ഭാഗത്ത് വെച്ചാൽ എല്ലാം കൂടെ ഞാൻ തല്ലിപ്പൊട്ടിക്കും കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്റെ പെരിപ്പളവിന്റെ ഓടിപ്പോ. ഇപ്പഴും നീ എന്റെ കരുവുകൊണ്ടാ എന്റെ വെക്കൂരിത്താടാ. ഞാൻ അങ്ങോട്ട് പോകുമ്പോ എന്റെ വാർമുടി വെച്ച് കെട്ടിട്ട് നീ എന്തോടാ ആട്ടം പെൻഷൻ പൈസ ഇല്ലെങ്കിൽ ഈ തടിമാടൻ ഈ തടിയില്ല. അനാവശ്യം. എന്റെ പൊന്നു കുഞ്ഞെ, ഞാൻ ഇതുവരെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. സത്യമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇറച്ചി എന്തോ തിന്നൂലേ? ഞാൻ തിന്നൂല. ഞാൻ മ്യൂസിയത്തിൽ പോയ കഥ പറയും. ഞാൻ നീ അത്
നീ ഞാൻ പറഞ്ഞേക്കാം വീട്ടിൽ പോയ കഥ പറയും. എന്താ പറയുക കേട്ടോ. ഞാൻ പറഞ്ഞേക്കാം അതില്ലാത്ത വീട്ടിൽ പോയി പുലിക്കൂട്ടി കിടന്ന ഇറച്ചി ആരും കാണാതെ അവിടെ നിന്ന് തോട്ടയ്ക്ക് വലിച്ചെടുത്ത് അവിടെ വെച്ച് പേപ്പറിനെ ചുട്ട് തന്നേക്കുന്നു. പുലി ചമ്മി ഇങ്ങനെ കമ്പീരുടെ കൂടെ ഇങ്ങനെ നോക്കുന്നു. എടാ നീ ജോലിക്ക് പോകാത്തോണ്ടാ ഞാൻ ഇറച്ചി കണ്ടു കൊതിക്കുന്നത്. നീ എനിക്ക് എന്തെങ്കിലും നല്ലത് മേടിച്ചു തന്നിട്ടുണ്ടോ? ഇവനോട് ജോലിക്ക് പറഞ്ഞോ പോത്തില്ല. ഇവൻ കൂട്ടുകാരായിട്ട് ബീച്ച് തോറും നടന്നിട്ട് അവിടെ കിടക്കുന്ന കക്കയും കല്ലും പറക്കിക്കൊണ്ടു ഇവൻ ഇവിടെ നേരത്തും. ഇത് കക്കയില്ലോടാ ഇതാ. ഇത് ഇന്നലെ ചുട്ടു തന്ന കക്കയില്ലോടാ ഇത്. ശ്വാസം കിട്ടുന്നില്ല. നിങ്ങൾ ചാടി തന്നിരുന്നെങ്കിൽ ശ്വാസം കിട്ടത്തില്ല. ഈ മോൻ എന്നെ വന്ന് വിളിച്ച അമ്മേ എന്നുള്ള വിളിയിലുണ്ടായിരുന്നു അവന്റെ സ്നേഹം. നീ എന്നെ എന്താണ് വിളിക്കുന്നത്? നീ എന്നെ എന്തോ വിളിക്കുന്നത്? ഒരു ഭയങ്കര ബഹളം കാണിക്കുന്നത് ഇപ്പൊ എല്ലാ കാര്യത്തിനും പറയുന്നത് തോണ്ട. അവിടെ കണ്ട ആ കാവ് കണ്ട, ആ കാവില് ചോറ് വെച്ചില്ലെങ്കിൽ ഒരു പട്ടിണിയാണ്, അറിയാം. അവിടെ പോയാണ് ആ ചോറ് കഴിക്കുന്നത്. പായസ ചോറ് കഴിച്ചില്ലെങ്കിൽ ഒരു പട്ടിണിയാണ്. കിടന്ന് എന്റെ തനി റാപോലാവും. അത് ഞാൻ അവിടെ കഞ്ഞി വെക്കുന്നതാണ് ഞാനത് കുടിച്ച് ജീവിക്കുന്നത്. നീ നിലവറയിലോട്ട് വാ. എന്റെ തനി സ്വഭാവം ഞാൻ അവിടോട്ട് കാണാം. ആലപ്പുഴ ഞാൻ പറയാം, സംസാരിക്കാൻ ഞാൻ. നീ അതേലെ രണ്ട് കുരുക്കൾ ചെവിയിലോട്ട് ആ രണ്ട് കുരുക്കളെടുത്ത് നീ ആ രണ്ട് കുരുക്കളെടുത്ത് നീ ചെവിയിലോട്ട് ഇവിടെ നടക്കുന്നൊന്നും നീ അറിയണ്ട. കണ്ടവന്റെ മുമ്പിൽ എന്നെ നീ കണ്ടവന്റെ മുമ്പിൽ നീ എന്താടാ എന്താ നീ നിന്റെ നാവറക്കെ പാടാ. നീ അണ്ണാക്കോക്കട നീ 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 എന്താ നീ ഇവിടെ ആരും ഇല്ലേ? ആരാ ഇല്ലത്ത? ശരിക്കും മാച്ച് കെട്ടിയില്ലേ? എന്താ ഉണ്ണിയെ അമ്മയുടെ ആവശ്യമുണ്ടോ ഉമ്മറത്ത്? അമ്മച്ചി എന്തായിരുന്നു? ഞാൻ എന്റെ വീട്ടിലോട്ട് പോവാ. അതെന്താ? എന്റെ വീട്ടിൽ ഇത്ര പ്രശ്നമില്ല. അപ്പൊ എന്റെ ദക്ഷിണ ആ ഗുണഗുണ ഇതാണ് ആറ്റേത്തം. നല്ലൊരു കൈയടി, നല്ല സ്കിറ്റായിരുന്നു. എടുക്കാൻ തുടങ്ങ. ആദ്യം അമ്മയിൽ നിന്ന് തുടങ്ങാം. നല്ല ആഠ്യത്വമുള്ള അതെ അതെ അമ്മയാണ്. അതേപോലെ ഒരു മകനും അവിടെ വന്ന് പെട്ടുപോയ ഒരു നിരപരാധിയായ ഒരു പ്രശ്നക്കാരൻ. സത്യം പറഞ്ഞാൽ ഇത് ആദ്യം കണ്ടപ്പോൾ മനസ്സിലൊരു പേടിയായിരുന്നു കേട്ടോ. ഫസ്റ്റിലത്തെ നിങ്ങളുടെ ആ കമ്പനിക്ക് രണ്ടുപേരെ മനോജും സുമിയായിട്ടുള്ളത് കഴിഞ്ഞതിന് ശേഷം കുറച്ചൊരു ലാഗ് ഫീൽ ചെയ്തു. പക്ഷെ മണ്ണിലേക്ക് തിരിഞ്ഞപ്പോൾ മണ്ണ് തൊട്ടാണ് നമ്മുടെ പ്രശ്നം തുടങ്ങുന്നത്. അവിടെ നിന്ന് അങ്ങോട്ടൊരു കയറ്റ വരുന്ന ഒരു രക്ഷയില്ലാത്ത സ്കിറ്റായിപ്പോയി. അവിടെയാണ് സത്യം പറഞ്ഞാൽ മനസ്സ് തുറന്ന് ചിരിക്കാനുള്ള ഏരിയ ഉണ്ടാക്കിയത്. പിന്നെ ആ നിസ്സഹായാവസ്ഥയുണ്ടല്ലോ ആലപ്പുഴയിൽ നിന്ന് വന്നിട്ട് നിൽക്കുന്നത്, അതൊരു രക്ഷയില്ലാതെ കേട്ടോ. അവിടെ നിന്ന് ആ വെജിറ്റബിളും ആ കുടങ്ങളും ഒക്കെ വരുമ്പോൾ നോക്കി ഒരു നിപ്പുണ്ട് അങ്ങോട്ട് മനോൻ്റെ ചില നോട്ടങ്ങളൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. അതുപോലെ സെൽവ അമ്മയുടെ വിഗ് എടുത്ത് വെച്ചിട്ടാണ് കുളിമ ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊക്കെ നല്ല പോർഷനായിരുന്നു കേട്ടോ. ആ വഴക്കിൻ്റെ ഏരിയ ഒക്കെ ഭയങ്കര രസമായിരുന്നു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, നന്നായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഈ ഒരു ഭാഗം ഒഴിച്ചാൽ ഓക്കെ. താങ്ക് യു ബിജുക്കുട്ടൻ ചേട്ടാ. 3 പേരും തകർത്ത് അഭിനയിച്ചിട്ടാ. ഉഗ്ര സ്കിറ്റായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കബഡി വെച്ചിട്ട് ഇങ്ങനെ അടിക്കൂല, കൊന്നോളെ ഞാൻ പറയല്ലേ. അവിടെ തൊട്ടിട്ട് ഈ സാധനം അങ്ങോട്ട് കയറി. പിന്നെ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ സുമിയുടെ ഒരു പോഷൻ കഴിഞ്ഞിട്ട് സുമി അങ്ങോട്ട് പോയി. സുമി പോയി കഴിഞ്ഞിട്ട് ചുമ്മാ ഒരു മുറവും കുറച്ച് വെജിറ്റബിളൊക്കെ ആയിട്ട് വന്നിരുന്നത്. അപ്പോൾ ഞാൻ കരുതിയത് ഒരു പ്രസൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് അമ്മ വന്നിരിക്കുന്ന ഇടയ്ക്കേ സംസാരിക്കുന്നുള്ളൂ. പക്ഷേ അമ്മ വന്നില്ലായിരുന്നെങ്കിൽ ഈ സ്കിറ്റ് അവിടെ നിന്ന് പോയേനെ. അവിടെ തൊട്ട് അങ്ങോട്ട് പൊരിച്ചിട്ട് പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മൾ കണ്ടിന്യൂസ് ചിരിക്കരുതല്ലേ, ഒരു രക്ഷയുണ്ടല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം ഭയങ്കരമായിരുന്നു. മനോജ് എത്ര നേരം വെറുതെ നിന്ന് ലാസ്റ്റ് ആ വെറുതെ നിൽപ്പിനാണ് ഏറ്റവും കൂടുതൽ ചിരി വന്നത്. ടോട്ടൽ നോക്കുമ്പോൾ അടിപൊളിയായിരുന്നു. അവസാനം അതിൻ്റെ ക്ലൈമാക്സും നന്നായിരുന്നു. 3 പേരും മത്സരിച്ച് അഭിനയിച്ച് അടിപൊളി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ബക്രു ചേട്ടാ. ഗംഭീര സ്കിറ്റായിരുന്നു. എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായമാണ്, വേറൊന്നുമല്ല. ഇത് പതിയെ തുടങ്ങി അങ്ങനെ കൊണ്ടുവരേണ്ട ഒരു സ്കിറ്റാണ്. എന്നാലേ ഉള്ളൂ ക്ലൈമാക്സിലേക്ക് പഞ്ചുണ്ടാവും. കാരണം നിങ്ങളത് വളരെ അതിൻ്റെ ആ മീറ്റർ പിടിച്ചിട്ട് വളരെ ലൈറ്റായിട്ട് ചില തമാശകൾ ഇട്ടിട്ട് കൊണ്ടുവന്നിട്ട് എൻഡിലേക്ക് വന്നിട്ട് കൂട്ടപ്പൊരിച്ചിലാണ്. പാലപ്പടക്കം പൊട്ടുന്നെന്ന് പറഞ്ഞ പോലെ അതാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് വളരെ സൈലൻ്റായിട്ട് നിൽക്കുന്ന മനോജിൻ്റെ ക്യാരക്ടർ, ഇത് ആരാണ്? സ്ക്രിപ്റ്റ് ആരായിരുന്നു?
തമാശയുടെ മർമ്മമറിയുന്ന കലാകാരന്മാർക്കാണ് ആ ഒരു സെൻസ് കിട്ടുള്ളൂ. അത് മനോജിനുണ്ട്. മനോജിൽ നിന്ന് ഒരുപാട് മികവുറ്റ സ്കിറ്റുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഒരൊറ്റ സാധനം ഭയങ്കരമായിട്ട് ചിരിച്ചത് തലയിൽ തുളസിത്തറ കെട്ടിയാൻ പറ്റി. അങ്ങനെയുള്ള കാഴ്ചപ്പാടൊക്കെ ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നു അതൊക്കെ ചിലപ്പോൾ ഈ മലയാള സിനിമയിൽ ശ്രീനിയേട്ടനൊക്കെ എഴുതുന്ന ചില സാധനങ്ങളാണ്. അത്തരവും സെൻസിബിളായിട്ടുള്ള ചില സംഗതികൾ നിങ്ങൾ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് തന്നെയല്ല, അത് ജീവനുള്ള പോലെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. നമ്മുടെ തലയിൽ തുളസി കൂട്ടല്ല, കറക്റ്റ് വെള്ളം ഒഴിച്ചിട്ട് ചെയ്ത് വലിപ്പിക്കാനുള്ള ഒരു ആർട്ടിസ്റ്റ് വേണം. അത് 100% സുബി ഗംഭീരമായിട്ട് ചെയ്തു കേട്ടോ. പിന്നെ ഈ സെൽവൻ വരുമ്പോൾ തന്നെ ഒരു ചിരിയുണ്ട് നമുക്ക്. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രകടനത്തിൽ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. എന്തായാലും നല്ല സുഖമുള്ളൊരു സ്കിറ്റായിരുന്നു. ഓൾ ദ ബെസ്റ്റ് 3 പേർക്കും. താങ്ക് യു. ഇപ്പം മടിച്ചു നിൽക്കാതെ ആ മാർക്ക് കൂടി ഇങ്ങോട്ട് തരിക. ഐശ്വര്യമായിട്ട് അങ്ങോട്ട് തരാ. എത്രയാ? 19,000 രൂപ. അടുത്ത ആരാ? നോമങ്ങ് തരാം. ഒരു 16,000 അങ്ങോട്ട് വെച്ചിരിക്കണു. 19, 10, 29, 6, 35,000 രൂപ ആയിട്ടുണ്ട്. ബാക്കി ഉണ്ണിയമ്പൂരി ആരാ? എന്താ പിടിച്ചോളൂ. ടോട്ടൽ എമൗണ്ട് 60,000 രൂപ. തറവാട്ടിലേക്ക് തരക്കേടില്ലാത്തൊരു എമൗണ്ട് വന്നിട്ടുണ്ട്. ഇനി തല്ലും പഴക്കമൊന്നും ഉണ്ടാകരുത്. ഇതിന് എത്ര ഷെയർ വാങ്ങിച്ച് നല്ലൊരു വിഗ് വാങ്ങിക്കുക, തിരിച്ചു കൊടുക്കുക കേട്ടോ ഉണ്ണിയെ. മാറിക്കോട്ടെ. ശരി കേട്ടോ. ഇനിയെങ്കിലും നമ്മുടെ പ്രശ്നം ഒന്നും അല്ലാതെ മനസ്സിലാക്കണം. തീർച്ചയായിട്ടും. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. നമ്മുടെ ഒരു നല്ല ടീം ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷം തിരിച്ചു വരുന്നു. അതാരേ? നമ്മുടെ റജി തിരുവല്ല ചേട്ടനാണ് അവരുടെ ടീം. വിഷ്ണു ഉണ്ട് കൂടെ, പ്രജിത്തും ഉണ്ട്. ഒരു നല്ല കൈയടി. ഞാൻ അത് തന്നെ ആലോചിക്കുന്നത്. ഈ അപ്പച്ചിയും അമ്മമ്മ എന്നെ കാണുമ്പോഴത്തേക്കിന് എന്തിനാ ഒളിച്ചും പാത്ത് നടക്കുന്നേ? അമ്മമ്മ പാത്തിയെ അപ്പച്ചി ഖേ ഖേ ഖേ, അപ്പാത്തിയെ അപ്പച്ചി ഖൂ ഖൂ ഖൂ. കൂവക്കിഴങ്ങ് മേടിച്ചോണ്ടോ? സന്ധ്യ, അമ്മച്ചിയെ, അമ്മച്ചിയെ, എന്തോ അവിടെ ഇറക്കാ? ഞാൻ വാ അമ്മച്ചിയെ. ഓ വരുന്നു. അമ്മച്ചി, ആ തലയിൽ എടുത്തോണ്ടോ? തോർത്ത് മൊത്തം നനഞ്ഞിരിക്കുവാ. ആ തോർത്ത് ഇങ്ങോട്ട് താ ഇങ്ങോട്ട്. എടാ, ഈ മഴ തിറങ്ങി നടന്നാ നിനക്ക് പനി പിടിക്കത്തില്ലേ? ഇത്തിരി ആസാരി പൊടി തേക്ക്, പനി വേണ്ടെങ്കിൽ മാറും കേട്ടോ. അമ്മച്ചേ, എന്നാ പിടിച്ച പച്ചക്കറി. പിന്നെ നമ്മുടെ സിവിച്ചന്റെ കടയിൽ നിന്ന് പച്ചക്കറി മേടിക്കാൻ ചെന്നപ്പോഴേ സിവിച്ചന്റെ ഒരു നോട്ടം കാണണം. എന്നാടാ? അയാളുടെ വിചാരം നമ്മളാണ്ട് കടം മേടിക്കാൻ ചെന്ന് നിൽക്കുന്ന പോലെ. അപ്പൊ നീ കടം മേടിക്കാനല്ലേ ചെന്നത്? നമ്മൾ അവിടുന്ന് പച്ചല്ലേ അമ്മച്ചി മേടിച്ചോണ്ടിരിക്കുന്നേ? പച്ചക്കറി ആയതുകൊണ്ട് ഭാഗ്യം, അല്ല അവൻ പച്ച തെറി വിളിച്ചാനോ അല്ലേ. അമ്മച്ചി, ആ സന്ധ്യയോട് ഇച്ചിരി വെള്ളം ചൂടാക്കാൻ പറ, എനിക്കൊന്ന് കുളിക്കണം. നിനക്കെന്നാടാ ഭ്രാന്താണോ? എന്തോ അമ്മച്ചി? എടാ, നീ അവളും കൂടെ ഇല്ലടാ രാവിലെ പെരവാസ്തോലിക്ക് പോയത്? അയ്യോ 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 അല്ല അയ്യോ, ഞാനും അവളും കൂടെ പെരവാസ്തോലിക്ക് പോയി. അവിടെ ചെന്ന് പെരവാസ്തോലി കഴിഞ്ഞിട്ട് നേരെ തിരുവല്ല ബസ് സ്റ്റോപ്പിൽ വന്ന് ബസ് ഇറങ്ങി. അവിടെ ഇറങ്ങിയപ്പോഴത്തേക്കിന് ഭയങ്കര മഴ വന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു കാര്യം, നീ മഴ നനയണ്ട, നീ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന പറഞ്ഞേച്ച് ഞാൻ നേരെ പച്ചക്കറി മേടിക്കാൻ അപ്പുറത്തെ ജംഗ്ഷനിൽ ചെന്ന് പച്ചക്കറി മേടിച്ചോണ്ട് ഇറങ്ങിയപ്പോ രാജീവനെ കണ്ട്. അവന്റെ പെങ്ങടെ കല്യാണം കഴിഞ്ഞ് നിൽക്കുവല്ലായിരുന്നോ? പിന്നെ അവനോട് കുറച്ചു നേരം വർത്താനം പറഞ്ഞുകൊണ്ട് നിന്നപ്പോഴത്തേക്കിന് ബോസ് ഓട്ടോയുമായിട്ട് വന്ന്. അവൻ എന്നോട് ചോദിച്ചാ വീട്ടിലോട്ടാണെങ്കിൽ കേറിക്കോളാൻ പറഞ്ഞു. ഞാൻ അവന്റെ കൂടെ ഇങ്ങ് പോരുകയും ചെയ്ത് ഞാൻ ആ ബസ് സ്റ്റോപ്പിൽ അവളെ വെച്ച് മറന്നമ്മച്ചി. എനിക്കിനി വയ്യ, എനിക്കിനി കിടക്കം പറഞ്ഞില്ല. നീ അവള് കലിതുള്ളി ആയിരിക്കും വരുന്നത്. അമ്മച്ചി, വെളുത്തുള്ളി ചുമന്നുള്ളി എന്തോ ഈ കലിതുള്ളി? ദേഷ്യപ്പെട്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നെന്ന്. അവിടെ ദേഷ്യം മാറ്റാനേ ഒരു കുഴിമന്തി അങ്ങ് മേടിച്ചു കൊടുത്താ പോരെ അമ്മച്ചി? അങ്ങനെയാണ്, നീ ഇവിടെ ഒരു കുഴിയങ്ങ് എടുത്താ പോലെ. അതെന്തിന്? അവള് വരുമ്പോ നിന്നെ അതിനകത്തൊക്കെ മോടിക്കോളും അമ്മച്ചി. പിന്നെ ഒരു കാര്യം, ഒച്ച വെച്ച് ബഹളം ഉണ്ടാക്കരുത്, ഇവിടെ കേട്ടല്ലോ. അതിന് ഞാൻ അവളെ ഒന്നും ചെയ്യുന്നില്ലല്ലോ അമ്മച്ചി. അവളല്ല, പിന്നെ നിന്റെ കാര്യമാ പറഞ്ഞത്. ഓട്ട വരുന്നടാ. അയ്യോ, താണ്ട വരുന്നു. ഇതാണ് മാടമ്പള്ളിയിലെ ചിത്തരോഗി സന്ധ്യ. ഓ സന്ധ്യ, നീ എന്നാലും എന്നെ മറന്നെങ്കിൽ നീ ആ ബസ് സ്റ്റോപ്പിൽ പോയി നിന്നില്ലേ? ഒറ്റ അക്ഷരം മിണ്ടി പോയല്ലോ, പറഞ്ഞോട്ടോ. നിങ്ങളൊരു ഒറ്റ അക്ഷരം മിണ്ടി പോയിക്കരുത് എന്നോട്. പാതിരാത്രി 12 മണി ഒരമ്മയും മാനും പ്ലാൻ ചെയ്യുന്നു. പിറ്റേ ദിവസം സുന്ദരിയായ മരുമകളെ കൊണ്ട് ബസ് സ്റ്റോപ്പിൽ കളയുന്നു. കഥയാണോ മോളെ? തീരുള്ള കഥയല്ല പറഞ്ഞത്, എന്റെ കഥയാ പറഞ്ഞത്. മനുഷ്യരെ, നിങ്ങളെന്തോ മിണ്ടായിക്കുന്നത്? നിങ്ങളെന്തോ മിണ്ടായിക്കുന്നത്?
ഇങ്ങനെ അമ്മക്ക് പറയാതെ എനിക്ക് വയറ്റുവേദന എടുക്കുമെന്ന്. എടാ ഇതിനകത്ത് പഴമില്ലയോടാ? ആടായിക്കുന്നു. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എന്താ എന്റെ കുഞ്ഞിനെ അങ്ങനെ വിളിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. പറഞ്ഞ കേട്ടല്ലോ. കുഴപ്പം എന്താ? എടി അവൻ ഇച്ചിരി മറവിയല്ലേ കുഴപ്പം. ഇച്ചിരി മറവിയോ? അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലയോ? എന്താ കഴിഞ്ഞ ഞായറാഴ്ച പാതിരാത്രി ഞാൻ പോലീസ് സ്റ്റേഷൻ ഇയാളെ ഇറക്കിക്കൊണ്ട് വന്നത്. നീയും പോലീസുകാരായിട്ട് എന്തോടാ ആവശ്യം? അയ്യോ ഞാൻ പോലീസുകാരുമായിട്ട് ഒരു പ്രശ്നത്തിനും പോയില്ലമ്മേ. പിന്നെ അവള് പറയുന്നു എനിക്കറിയാൻ മേല. അതല്ലെന്ന് ഇങ്ങനെ പാതിരാത്രി മുറ്റത്തിറങ്ങി മൂത്രം ഒഴിക്കുന്ന ഒരു ശീലം ഉണ്ടല്ലോ. അറിയില്ല, പ്ലാവിന്റെയും തെങ്ങിന്റെ മൂട്ടയും തെളിയും മൂത്രം ഒഴിക്കുന്നത്. പക്ഷെ അന്ന് മാറിപ്പോയി. എടി മരമല്ലേ മാറിപ്പോയി, അതിനിപ്പോ എന്താ കുഴപ്പം? മരം മാറിയല്ല, വീട് മാറി അപ്പുറത്തെ വീട്ടിൽ കയറി കിടന്നുറങ്ങി. അതിനാ പോലീസുകാർ പിടിച്ചോണ്ട് പോയത്. കൊള്ളാം കൊള്ളാം, അത് നല്ല കൂത്താ. ഇവിടെ എത്ര ആൾക്കാർ രാത്രി കിടന്ന് സ്വപ്നം കാണുന്നു, അതിലൊന്നും ഒരു കുഴപ്പവും ഇല്ല. എന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഡോക്ടറെ പോയി കൊണ്ട് കാണിക്കണമെന്ന്. അമ്മച്ചി എന്തോ അമ്മച്ചി പറയുന്നേ? ഞാൻ ഇന്നാള് ഗവൺമെന്റ് ആശുപത്രി പോയതല്ലേ ഡോക്ടറെ കാണാൻ. അവിടെ ചെന്നപ്പോഴത്തേക്കിന് അവിടെ മേളിൽ ഒരു ബോർഡിൽ എഴുതി വെച്ചേക്കുന്നു ഓർത്തോ എന്ന്. ഞാൻ അത് ഓർത്തോണ്ട് കാര്യം ഓർത്തില്ല. ഇപ്പൊ അതൊന്നും അല്ലല്ലോ ഇവിടുത്തെ വിഷയം. സന്ധ്യ നീ പിന്നെ എങ്ങനെയാ വന്നേ? ഇപ്പോഴെങ്കിലും ചോദിച്ചല്ലോ. എന്റെ അമ്മേ, എത്ര നേരമാണെന്നറിയാം ഞാൻ ആ വീട്ടിൽ ചെടിയുന്നത്. അങ്ങനെ ഞാൻ വിഷമിച്ച് നിൽക്കുമ്പോ നാളെ അപ്പുറത്തെ വീട്ടിലെ സുഖു അതുവഴി ബൈക്കേ വന്നു. അവൻ എന്നെ കണ്ടിട്ട് എന്നോട് ചോദിക്കുവാ, ചേച്ചി കയറുന്നോന്ന്. അപ്പൊ നീ കയറി കാണും. ഞാൻ കയറിയില്ല. അത് കഴിഞ്ഞ് നമ്മുടെ പഞ്ചായത്ത് മെമ്പർ അതുവഴി വണ്ടിയെ വന്ന് എന്നോട് ചോദിച്ചു, മോളെ നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്, നീ കയറുന്നോ, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാമെന്ന്. അന്നേരം നീ കയറി കാണുമായിരിക്കും. ഞാൻ കയറിയില്ല. എന്നിട്ട് വേണം നിങ്ങൾക്ക് നാട്ടുകാരോട് പറഞ്ഞു നടക്കാൻ. ഞാൻ കണ്ടാറോ കൂടെ വണ്ടി കയറി നടക്കുന്നു, പരിചയക്കാരോടല്ല. അമ്മച്ചി ഇതേ ഇങ്ങോട്ട് നോക്കിയേ. എന്റെ പെണ്ണുമ്പോൾ അങ്ങനത്തെ ആളൊന്നും അല്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. അവൾ അങ്ങനെ പോണവളല്ല. ആട്ടെ, പിന്നെ നീ എങ്ങനെ ഇങ്ങോട്ട് വന്നേ? അയ്യോ, അങ്ങനെ ഞാൻ നിൽക്കുമ്പോ ഉണ്ടല്ലോ ഒരു പരിചയമില്ലാത്ത ഒരു ബംഗാളി അതുവഴി സൈക്കിളെ വന്നു. അവനോട് ഞാൻ ഒന്നും ചോദിച്ചില്ല. അവന് സൈക്കിളിന്റെ ചാടി വണ്ടി കയറി അങ്ങനെ ഇവിടെ വന്നത്. ഇതാകുമ്പോ നാട്ടുകാർ ഒന്നും പറയത്തില്ല. അതെന്തോ അതാളാ നിങ്ങൾ ഒരു മനം വെച്ച് സംസാരം പറയുന്നത്. പിന്നെ നീ കണ്ട ബംഗാളിയുടെ കൂടെ ഇവിടെ കയറി വരുന്ന കാര്യം നാട്ടുകാരോട് മുമ്പ് ഞാൻ കയറി വന്നു. നാട്ടുകാരോട് വല്ല കയറി വന്നു. എന്തോ ബഹളമായത്? അമ്മ മോളെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വെച്ച് ഞാനൊരു കാര്യം രണ്ടുപേരോടും പറഞ്ഞേക്കാം. എന്തുവാ? പറയാൻ വന്ന എന്തെന്ന് മറന്നുപോയി ഞാൻ. ഇനി ഒരു നിമിഷം ഞാൻ ഈ വീട്ടിൽ ഇരിക്കത്തില്ല. ഇങ്ങനെ ഇത് മാറാനുണ്ടല്ലോ, ഞാൻ ഈ വീട്ടിൽ കറങ്ങി എന്റെ കുഞ്ഞിനെ വിളിച്ചാൽ ഞാൻ വീട്ടിൽ പോകും. നീ എവിടെ പോന്നു? ഞാൻ എന്റെ വീട്ടിൽ പോന്നു. എനിക്ക് കുറച്ച് ചോദിക്കാനുണ്ട്. എന്താ ചോദിക്കാന്? ഈ ചെറുക്കന് കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് പോയാൽ മതി. അതെന്തൊരു വർത്താനോ നിങ്ങൾ പറയുന്നത്? ആലുകാച്ചി വീട്ടിൽ പോയി മൂക്കുമുട്ട തിന്നേച്ച് വന്ന മനുഷ്യൻ ഞാനെന്തോ കൊടുക്കാനോ? എടി അതല്ലല്ലോ, സ്ത്രീധനത്തിന്റെ ബാക്കി കൊടുക്കണം. എടി 10 പവന് 5 ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞാന്നോ? എന്നിട്ട് അവൻ എത്ര കൊടുത്തേ? വെറും 5000 രൂപ. ആ മണകണാഞ്ച അതും മറന്നേച്ച് നിക്കുവാ. അമ്മച്ചേ ഇങ്ങോട്ട് വന്നേ രണ്ടുപേരും. ഞാൻ കയറത്തില്ല. തന്റെ ഇങ്ങോട്ട് വരാനാ പറഞ്ഞ. ഞാനല്ലേ പറഞ്ഞു ഇങ്ങോട്ട് വന്നേ. ഞാൻ രണ്ടുപേരോട് ഒരു കാര്യം പറയാം. എന്റെ മറവിയല്ലേ പ്രശ്നം? അതാ ഇവിടുത്തെ പ്രശ്നം. ആണല്ലോ. അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. മറവി ഇനി ഉണ്ടാകാതെ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ രണ്ടുപേരും ദൈവത്തെ ഓർത്ത് വഴക്കടിക്കാതെ പെരക്കാത്തോട്ട് പോ. ഇവിടുന്ന് പോ. ഇതുപോലൊരു മോനും ഒരു മരുമോളും രണ്ടുപേരും പോ. അയ്യോ നല്ലതാ. അപ്പൊ എന്റെ മറവിയാണ് പ്രശ്നം. സാരമില്ല, എന്റെ മറവി മാറ്റാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നാളെ മുതൽ ഞാൻ മറവിയുള്ള പൊന്നുകൂട്ടനല്ല, ഓർമ്മയുള്ള പൊന്നുകൂട്ടനാണ്. ഇത് സത്യം സത്യം സത്യം. കാപ്പി ആണ്ട് ഇവിടെ ഇരിക്കുന്ന എടുത്തു ഓടിക്കണം, മറക്കരുത് കേട്ടാ. ഗ്യാസ് ഓഫ് ചെയ്തോ അമ്മേ? അയ്യോ ഗ്യാസ്. ഇനി മേലാൽ ഗ്യാസ് ഓഫ് ചെയ്യാൻ മറക്കരുത് കേട്ടല്ലോ. സന്ധ്യേ സന്ധ്യേ എന്തുവാമേ? എന്തുവാമേ? എന്റെ നടുവിന് പരത്താനുള്ള കുഴപ്പിങ് എടുത്തോണ്ട് വന്നേ. കുഴമ്പോ? എവിടാണോ ഇരിക്കുന്നത് നോക്കട്ടെ. സന്ധ്യേ, അലമാരിയുടെ 3ാമത്തെ കള്ളിയില് വലത്തെ സൈഡിലെ മൂലയ്ക്ക് ആ കുഴമ്പിരിപ്പുണ്ട്. ഇനിയെങ്കിലും കുഴമ്പ് വെക്കുന്ന സ്ഥലം മറക്കരുത്. പിന്നെ EMI-യുടെ അടവുള്ളതാ. അയ്യോ ഇത് അടവല്ല, കറക്റ്റ് ആയിട്ട് നടുവിന് വേല ഉള്ളതാ. അതല്ല പറഞ്ഞത്, അടുത്ത മാസം 1-ാം തീയതി EMI-യുടെ അടവുള്ളതാ. കറക്റ്റ് ആയിട്ട് അടയ്ക്കണം, മറക്കരുതെന്ന്. ഇതെന്തോ അമ്മ കേൾക്കുന്നേ? ഇതെന്തുവാണ് ചേട്ടന്റെ അസുഖം മാറി തോന്നുന്നു? അതെ, അവന്റെ അസുഖം മാറിയെന്ന് തോന്നുന്നു. ഭയങ്കര സന്തോഷമായില്ലേ? നമുക്കൊരു കാര്യം ചെയ്താലോ? നമുക്ക് പായസം വെച്ച് നാട്ടുകാർക്കെല്ലാം കൊടുത്താലോ? അത് നല്ലതാ. നമുക്കൊരു നല്ല സന്തോഷമുള്ള ദിവസമില്ലേ? മോള് പറഞ്ഞ കറക്റ്റ് കാര്യ. നമുക്ക് എല്ലാവരും കൂടെ അമ്പലത്തിൽ പോലെ രാവിലെ. ശരി ശരി, അങ്ങനെയാണ് ഞാൻ ഒരുങ്ങാം. ശരി കേട്ടാ. ചേട്ടാ, നമുക്കെല്ലാവരും രാവിലെ ഒന്ന് ഒരുങ്ങി അമ്പലത്തിൽ പോയാലോ? നല്ല കാര്യമാണ്, അമ്പലത്തിൽ പോണം. എന്നല്ലേ ഞാൻ കുഞ്ഞു കിടന്നോ, കുഞ്ഞിനെ ഒന്ന് ഉണർത്തിയിട്ട് ഞാൻ കുളിപ്പിക്കട്ടെ. പോട്ടെ. സന്ധ്യ,
നീ എന്ത് മണ്ടത്തരവ് പറയുന്നത്? രാവിലെ 7:30 ആയപ്പോ കുഞ്ഞിനെ കുളിപ്പിച്ചൊരുക്കി ഞാൻ സ്കൂളിൽ കൊണ്ട് വിട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾ വേണം വൈകുന്നേരം വന്ന് വിളിച്ചോണ്ട് വരാൻ. കണ്ടോടി, അവൻ രാവിലെ തന്നെ 7 മണിയായപ്പോ കുഞ്ഞിനെ കുളിപ്പിച്ച് സ്കൂളിൽ കൊണ്ട് വിട്ടെന്ന്. ഏത് ഞായറാഴ്ച ഏതാളെ സ്കൂൾ തുറന്നു വെച്ചിരിക്കുന്നത്? പോയി വിളിച്ചോണ്ട് പോകാൻ പറ്റില്ല കുഞ്ഞിനെ. നല്ലൊരു കൈയടി, നല്ല സ്കിറ്റായിരുന്നു. ഒരു ചെറിയ ഗ്യാപ്പ് എടുത്തു അല്ലേ? ആ നസീർക്ക, റജി, എന്തോ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങി. റജി, മാറ്റത്തിൻ്റെ ചലനങ്ങൾ സംഭവിച്ചു തുടങ്ങി. കാര്യം സ്കിറ്റുകൾക്കൊക്കെ ഒരു മാറ്റം വന്നു തുടങ്ങി. കാര്യം നിങ്ങൾ കുറേ എപ്പിസോഡുകളിൽ ഒന്ന് ഡൗൺ ആയിട്ട് നിൽക്കുകയായിരുന്നു. സ്ക്രിപ്റ്റ് ശരിയല്ലാത്തതുകൊണ്ടാണ്. നിങ്ങളെ കുറ്റം പറയില്ല ഒരിക്കലും. കാര്യം നിങ്ങൾ നല്ല ആർട്ടിസ്റ്റുകളാണ്, ഒരിക്കലും നിങ്ങളെ കുറ്റം പറയാൻ പാടില്ല. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സ്ക്രിപ്റ്റുകളുടെ മോശമാണത്. പക്ഷേ ഇത് നല്ലൊരു സാധനമാണ്, ഒരു വ്യത്യസ്തതയുണ്ട്, വെറൈറ്റി ഉണ്ട്, നല്ല രസമായിട്ടിരുന്ന് കാണാൻ പറ്റിയ ഒരു സ്കിറ്റായിരുന്നു. ഇതിലിപ്പോൾ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അമ്മയെ പറയുള്ളൂ. പ്രജിത്തിനെ ഗംഭീരമായിട്ട് അമ്മ വേഷം ചെയ്തു കേട്ടോ. അതേപോലെ തന്നെ ഭാര്യ, വൈഫ്, ഒരിടത്തും ഒരു തെറ്റുമില്ലാതെ സാധാരണ തെറ്റ് വരാറുള്ളൊരു ആർട്ടിസ്റ്റാണ് നീ. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു സ്ഥലത്തും നല്ല രസത്തിൽ നിന്ന് കളിച്ചു. ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് ആ വരുന്ന വരവ് തന്നെ ഒരു രസമുള്ളൊരു വരവായിരുന്നു. മൊത്തത്തിലൊരു എന്താ ഒരു കുളിർമയുള്ളൊരു സ്കിറ്റായിരുന്നു ഇത്. ഇങ്ങനെ വേണം നമ്മൾ സംഭവങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട്. ഇനിയും ഇങ്ങനെ തന്നെ ശ്രമിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. പക്രുചേട്ടാ, മുടി ഒറിജിനലാണോ വിഷ്ണു? ഇവിടെ ഫ്രണ്ട് ഇച്ചിരി ഓജില്ല. ഇച്ചിരി ഒറിജിനൽ അല്ലേ? നല്ല മാച്ചായിട്ട് നല്ല രസമായിട്ട് മേക്കപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. തമാശകളുടെ കുറച്ച് കുറവുകൾ കൗണ്ടറുകളുടെ അവിടെ ഇവിടെയായിട്ട് ഉണ്ട് എങ്കിലും നിങ്ങളുടെ ഒരു കളിയുണ്ടല്ലോ, നീറ്റായിരുന്നു, വൃത്തിയായിട്ട് അടക്കത്തോടും ഒതുക്കത്തോടും കൂടി ആ കഥാപാത്രത്തിനകത്ത് നിന്നുകൊണ്ട് ഭംഗിയായിട്ട് നിങ്ങൾ പ്രസൻറ്റ് ചെയ്തു. 3 പേർക്കും അഭിനന്ദനങ്ങൾ. താങ്ക് യു ബിജുക്കേട്ട ചേട്ടാ. റെജൻ ടീം അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം പഴയ സ്കിറ്റ് വെച്ച് നോക്കുമ്പോൾ ഒരു ലാഗോ അതുപോലെ തന്നെ ഒരു മറവിയോ ഒന്നും ഉണ്ടായില്ല. എനിക്ക് തോന്നുന്നു ഭയങ്കര പവർഫുൾ ഉണ്ടായിരുന്നു കളിക്ക്. കാരണം നല്ല സ്പീഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വലിയൊരു ഇത്തിരി ലാഗിട്ട് കളിക്കുന്ന ടീമുകളാണ് നിങ്ങൾ. ഇതെനിക്ക് തോന്നുന്നു ഈ നമ്മുടെ വിഷ്ണുവും പ്രജിത്തും കൂടി ഇവിടെ നിന്നൊക്കെ പറഞ്ഞതൊക്കെ ഭയങ്കര രസമായിരുന്നു, ഭയങ്കര ലൈവായിരുന്നു, ഭയങ്കര സ്പീഡുണ്ടായിരുന്നു, എനർജി ഉണ്ടായിരുന്നു, നല്ല ഗ്രാൻഡായിരുന്നു. ക്ലൈമാക്സും കുഴപ്പമുണ്ടായിരുന്നില്ല. ക്ലൈമാക്സ് നല്ലായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച അതാണ് മറന്നുപോയത്. ബാക്കി എല്ലാം പുള്ളി പിടിച്ച് എല്ലാം ഓർത്തു. EMI വരെ പുള്ളി അടക്കണം, അടവുണ്ട്, അതൊക്കെ നോക്കണം. പക്ഷെ ലാസ്റ്റ് കൈവിട്ടു പോയി. ഞായറാഴ്ച എവിടെയോ കൊച്ചിനെ കുടുന്നാക്കിയൊക്കെയാണ്. അതുവരെ നല്ല എനിക്കൊരു ക്ലൈമാക്സ് ഉൾപ്പെടെ നല്ല പഞ്ചുള്ള രസമുള്ള നല്ല സ്കിറ്റായിരുന്നു. ഇതിലും ഗംഭീരമായിട്ട് അടുത്ത പ്രാവശ്യം വരിക. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ബിജുക്കേട്ട ചേട്ടാ. ഈ ടീമിന്റെ മറവിയുടെ മാർക്ക് മറക്കാതിങ്ങി തന്നോ? ഓക്കെ, ഞാനൊരു 12,000 രൂപ കൊടുക്കാം. 12,000 രൂപ. ഓക്കെ, ഞാനൊരു 13,000 രൂപ കൊടുക്കും. ടോട്ടൽ 25,000 ആയിട്ടുണ്ട്. വിജയകട ചേട്ടാ വേമ്പോ ആ കൊച്ചിനെ വിളിച്ചൊന്നും പാടാ. ഞാൻ ഇട്ടിട്ടുണ്ട്, പിടിച്ചോ. ടോട്ടൽ 40,000 രൂപ. ഓക്കെ, സിൽവർ പഞ്ചിലേക്കും ഗോൾഡിലേക്കുള്ള ഒരു യാത്രയാവട്ടെ ഈ 40,000. ഓക്കെ, താങ്ക് യു. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ ഒരു പുതിയ കോമ്പിനേഷൻ ഉള്ള ടീമാണ്. ഇവർ ഓൾറെഡി 2 സ്കിറ്റ് പെർഫോം ചെയ്തിട്ടുണ്ട്. രണ്ടും നസീർക്കയുടെ ഭാഷ പറഞ്ഞ വെടിയും പോകുകയും സ്കിറ്റായിരുന്നു. ഒന്ന് ഭയങ്കര വൈറലായിരുന്നു, രണ്ടും പഞ്ചുമായിരുന്നു. അവരാണ് ഇന്ന് 3ാമത്തെ തവണ നമ്മളെ ചിരിപ്പിക്കാനായിട്ട് വരുന്നത്. ഞാൻ വിളിക്കട്ടെ? അമലുണ്ട്, കൊച്ചി പ്രതിഭേട്ടനുണ്ട്, ജാസ്മിൻ ഉണ്ട്. ഒരു നല്ല കൈയടി. നിങ്ങളോട് കൂട്ടുകൂടാൻ ആരുമില്ലേ? ഇല്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏകാന്തത അനുഭവിക്കുന്നുണ്ടോ? അതെ അതെ അതെ. എങ്കിൽ നിങ്ങൾക്കായി ഇതാ അടുത്ത ഗാനം. ജനിച്ചതാർക്കു വേണ്ടി അറിയില്ലല്ലോ, ജീവിപ്പതാർക്കു വേണ്ടി അറിയില്ലല്ലോ. ഒന്ന് റേഡിയോ വരെ എന്നെ കളിയാക്കി തുടങ്ങി. ക്ഷമിക്കണം, റേഡിയോ നിലയത്തിന്റെ കൈ അറിയാതെ കൊണ്ട് പാട്ടി മാറിപ്പോയതാണ്. അങ്ങനെയാണെങ്കിൽ ഓക്കെ. നിങ്ങളോട് കൂട്ടുകൂടാനും നിങ്ങളോട് സൗഹൃദം പങ്കുവെക്കാനും ഒരാൾ കടന്നു വരും. അവിടെ നിങ്ങൾ പ്രണയം പങ്കുവെക്കൂ, നിങ്ങളുടെ വിഷമങ്ങൾ മറക്കൂ, കാത്തിരിക്കൂ. മഴ എന്നിൽ പെയ്യും മഞ്ഞല നിലാപ്പൂക്കൾ ചോരുമാരാതിൻ മേടയിൽ താനെ പാടും വീണനീ അനുരാഗം മൂടും ബാസുരി എന്നും നീ എൻ വെണ്ണില കാതിൻ തേൻ മഴ എന്നിൽ പെയ്യും മഞ്ഞ
മനുഷ്യനാണോ അതോ പ്രതിമയാണോ? ഹോയ്, ഞാൻ തൂശനയിലേന്ന് വരുവാ. ഊശനല്ലെന്ന് പറ, നീ ആരാ ചൊറിയാൻ പുഴുവോ? അതല്ല, ഞാൻ തൂശനയിലെ റെസ്റ്റോറന്റിൽ നിന്ന് വരുവാ. 2 മണിക്കൂർ മുമ്പ് ഫുഡ് വല്ല ഓർഡർ ചെയ്തായിരുന്നു? 2 ആഴ്ച എനിക്ക് എന്നെ തന്നെ ഓർഡർ ചെയ്ത. അപ്പഴാ 2 മണിക്കൂർ മുമ്പ് ഓർഡർ ചെയ്ത പുട്ട്. എന്റെ ദൈവമേ, നിങ്ങൾ ഈ ബംഗ്ലാവിലെ ഒരേ ഒരു കോടീശ്വരനല്ലേ? പിന്നെ നീ എന്നെ വിചാരിച്ച ഞാൻ പാടക്കടയിലെ പാക്കൂട്ടുകാരനാന്നോ? എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുവാ. ഇവിടെ നല്ല തമാശ പറയണ വേറെ ആരും ഇല്ലേ? ഇല്ല, എനിക്കാരുമില്ല. ഞാനൊരു ഓർഫനാ. അതിന്റെ അർത്ഥം മനസ്സിലായില്ല. അനാഥൻ. ഒരു അനാഥനെ കാണുമ്പോ കരയണം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ചേട്ടാ. വേണ്ട ചേട്ടാ. ഏടാ വേണ്ടാന്ന് പറഞ്ഞിട്ടെടുത്ത് കയറ്റി നോക്കിയേ കണ്ടോ? വേണ്ടാന്നല്ല പറഞ്ഞത്. എന്നെ നിർബന്ധിക്കണ്ട, ഞാനെടുത്ത് കഴിച്ചോളാം. ഇങ്ങനെയാണെങ്കിൽ ഞാനിവിടെ ഇരുന്നോട്ടെ. നീ ഇവിടെ ഇരിക്കോ കിടക്കോ? എന്താ വേണ്ടോ? അയ്യോ, നല്ലൊരു മനുഷ്യൻ. നിങ്ങൾക്ക് ഭാര്യ ഒന്നുമില്ലേ? ഭാര്യ ഉണ്ട്, ഇവിടെ ഇല്ല. അതെന്താ ഇവിടെ ഇല്ലാത്തത്? എന്താ ഭാര്യയുടെ പേര്? താമര. നല്ല പേരാ. പേര് മാത്രമേ താമരയുള്ളൂ, സ്വഭാവം പൂതന. അയ്യോ, അതെന്താ അങ്ങനെ പറയാൻ കാര്യം? ഒരു കാര്യം പിടങ്ങി പോടാ നിസ്സാര കാര്യത്തിന്. നിസ്സാര കാര്യത്തിനോ? എന്താണ് കാരണം? വേലക്കാരി സുഷമയുടെ കറിയിൽ ഉപ്പ് നോക്കിയത് അവൾ എന്നോട് പിടങ്ങി വീട്ടിൽ പോയതാ. ഒരു ഉപ്പ് നോക്കിയതിനൊക്കെ ആരെങ്കിലും പിണങ്ങി പോയി ചേട്ടാ? നിങ്ങൾ എങ്ങനെയായിരുന്നു ഉപ്പ് നോക്കിയത്? സുഷമയുടെ മടിയിലേക്ക് എറിയിരുന്നു. ഇതിന് പുള്ളിക്കാരി പിണങ്ങി പോവല്ല വേണ്ടത്. പിണങ്ങി പോയിട്ട് ഞാൻ പറഞ്ഞു അവളോട്, ആ കറിക്കകത്ത് തന്നെ എടുത്തിട്ട് വേണമായിരുന്നു അടിച്ചോട്ടെ. അടിച്ചോ. മക്കളില്ലേ? എല്ലാവർക്കും ഉള്ള പോലെ എനിക്കുണ്ട്. ചെറുതാണ്, കാണാൻ പറ്റുന്ന വെള്ളം കണ്ട. പൂക്കളില്ലേന്നല്ല ഞാൻ ചോദിച്ചത്, മക്കളില്ലേന്ന്. ഒരെണ്ണം. ആണോ? പക്ഷെ അവനെ ഞാൻ ഈ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കി. അതൊന്ന് അടിച്ചു പുറത്താക്കി. അവൻ സ്ഥിരം മദ്യപാനിയാണ്. മദ്യപാനിയോ? മദ്യപിക്കുന്ന എല്ലാവരോടും ഞാൻ എപ്പോഴും പറയും, മദ്യപാനം നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അവന്റെ അച്ഛനും അമ്മയൊക്കെ? അച്ഛനും അമ്മയുണ്ട്. ചേട്ടനറിയാമോ, ഞാൻ ഉരുളി കമത്തി ഉണ്ടായതാ. ആണോ? ഞാൻ ജനിച്ചു കഴിഞ്ഞ പിന്നെ എന്റെ അച്ഛൻ എന്നെ ഭരതനാട്യം പഠിക്കാൻ വിടുന്നു, പക്ഷെ കരോട്ട പഠിപ്പിക്കാൻ വിടുന്നു. പക്ഷെ ഒന്നിലും എനിക്ക് ക്ലച്ച് പിടിക്കാൻ പറ്റിയില്ല. അയ്യോ, എന്തോ ഒരു സങ്കടം ഉണ്ടാവും അച്ഛപ്പാവും. ആ സങ്കടം കാരണം ഉരുളി തന്ന കടക്കാരനെ എന്റെ അച്ഛൻ തല്ലി. എന്നിട്ട് അച്ഛൻ ജയിലിൽ പോയി. അപ്പൊ അമ്മ എന്നോട് ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, മോനെ നീ എങ്ങനെയും 10ാം ക്ലാസ് എഴുതി പാസ്സാവണം. നാട്ടുകാരുടെ കളിയാക്കല്, കുടുംബക്കാരുടെ കളിയാക്കല് സഹിക്കാൻ പറ്റാതെ കഷ്ടപ്പെട്ട് ട്യൂഷന് പോയി ഞാൻ നേടിയെടുത്തു ചേട്ടാ. എന്റെ മോൻ പാസ്സായോ? മലയാളത്തിന് C+. ബാക്കി ഈ C+ ഉണ്ടാക്കാൻ വേണ്ടിട്ടാണോ നീ കൊടിമരം പോലെ ഇത്രയും കയറ്റി വെച്ചതോ? ആ C+ ഉണ്ടാക്കാൻ ഞാൻ പെട്ട പാട് എനിക്കും എന്റെ ദൈവം തമ്പുരാനും മാത്രം അറിയാം. എന്റെ പൊന്നുമോൻ വിഷമിക്കണ്ട, നിനക്ക് എത്ര വേണേലും പഠിക്കാം. എത്ര ലക്ഷം ചെലവാക്കിയാലും നിന്നെ ഞാൻ പഠിപ്പിക്കും. നിങ്ങളെ ഞാൻ കടിച്ചോട്ടെ. ഇത്രയും നാള് നിങ്ങൾ എവിടെയായിരുന്നു? എന്നുവെച്ചാ നിനക്ക് മനസ്സിലായോ? വൈദ്യുതി ഉണ്ടാക്കുന്ന സ്ഥലമല്ലേ? ഞാനിപ്പോ മുമ്പ് പറഞ്ഞില്ലേ നിന്നെ പഠിപ്പിക്കുന്നു, അതങ്ങ് മാച്ചടഞ്ഞേക്ക്. നീ ഒന്ന് പഠിച്ചിട്ട് യാതൊരു കാശുകളായിട്ട്. ആംസ്റ്റർഡാം എവിടെയാ? ആംസ്റ്റർഡാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രാജ്യമാണ്. അടിച്ചോട്ടെ. നീ അടിക്കടാ, അടിക്ക് മോനെ. എന്താ വിളിച്ചേ? മോനെ. ഒന്നൂടെ വിളിച്ചേ? മോനെ. എന്നാണോ? സാധാരണ ആരെങ്കിലും എന്നെ മോനെന്ന് വിളിക്കുമ്പോ അതിന്റെ മുമ്പിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഒരു മനുഷ്യൻ പ്രാങ്കായിട്ട് എന്നെ മോനെന്ന് വിളിക്കണോ? ചേട്ടാ. ചേട്ടനോ? അച്ഛാന്ന് വിളിക്കടാ. അച്ഛൻ? അച്ഛാന്ന് വിളിക്കടാ. അച്ഛാ. മോനെ. ഇതാ, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനെ കണ്ടെത്തിയിരിക്കുന്നു. ഇനി ജീവിതം ആസ്വദിക്കൂ. തെന്നി തെന്നി വളകൾ കൊഞ്ചി കൊഞ്ചി കഥകൾ നെയ്ത് വന്ന പൂങ്കാറ്റെ കുളിരു കമ്മലിട്ട് കവിളിലൊന്ന് തൊട്ട് കുണുങ്ങി കൂടി കളിയാടാ. അതെ,
നീ ഇവിടുന്ന് പോയ എന്റെ വിഷമത്തില് ഞാൻ അറിയാതെ രണ്ടെണ്ണം അടിച്ചു പോയതാ. പൊന്നുങ്ങ് വാ. എന്തുവാ? നീ ഇവിടുന്ന് പോയപ്പോഴാണ് നീ ഇല്ലാത്ത എന്റെ ശൂന്യത ഞാൻ മനസ്സിലാക്കിയത്. സത്യമായിട്ടും എനിക്കൊരു ഗ്ലാസ് വെള്ളം എടുത്തു തരാൻ ആരുമില്ല. അയ്യോ ചേട്ടാ, എനിക്ക് ഭക്ഷണം വിളമ്പി തരാൻ ആരുമില്ല. ഞാൻ ഇനി എങ്ങോട്ടും പോകത്തില്ല ഏട്ടാ. വേലക്കാരി ഉഷയുടെ അടുത്ത് പോകുമ്പോ എന്നെ പുറേന്ന് വന്ന് പിടിക്കാൻ ആരുമില്ല. നടക്കാൻ പോണ പെണ്ണുങ്ങളുടെ പിന്നാലെ പോകുമ്പോ എന്നെ ചെക്ക് ചെയ്യാൻ ആരുമില്ല. എന്റെ വാട്സപ്പ് ചെക്ക് ചെയ്യാൻ ആരുമില്ല. നിനക്ക് വന്ന വഴി തിരിച്ചു പോകാൻ പറ്റൂടി? അയ്യോ, എനിക്ക് അല്ലെങ്കിലും അറിയാം നിങ്ങൾ എന്നെ ഉപേക്ഷിക്കാൻ വേണ്ടിട്ട് പല കളികളും ഇവിടെ ചെയ്യുന്നുണ്ട്. ഇവിടെ ഡാൻസ് വന്നേ പറയട്ടെ. ദേ നോക്കിക്കോ, ഇനി നമ്മളുടെ ഇടയിലേക്ക് ഒരു പൂച്ചക്കുഞ്ഞു പോലും കടന്നു വരാൻ ഞാൻ സമ്മതിക്കില്ല. സത്യമായിട്ട് നമ്മൾ രണ്ടുപേരും മാത്രം. ഒരൊച്ചല്ലേ? അതുമല്ല, പൂച്ചയായിരിക്കും. പൂച്ച നിങ്ങൾ എന്തോ മനുഷ്യ അച്ഛ എന്നാണോ വിളിക്കണേ? ചില പൂച്ചകൾ വിളിക്കും കരിമ്പൂച്ചകൾ. അയ്യോ, ഒച്ച മാത്രമല്ല, ആള് ഇറങ്ങി വന്നിരിക്കും. ആരാ മനുഷ്യത്? ആരത്? ഇത് നീ ഇവിടുന്ന് പോയ ഗ്യാപ്പില് ഇവിടുത്തെ പണിയൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ വിളിച്ചു വരുത്തിയ ഒരു ബംഗാളി പയ്യൻ. അവന് ഇവിടെയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതാണ് അച്ഛ അച്ഛ അച്ഛ. നല്ലതാണ്. അരമണിക്കൂർ മുമ്പല്ലോ താൻ മോനായിട്ട് സ്വീകരിച്ചത്. ഇപ്പൊ ഞാൻ ബംഗാളിയായോ? എന്തൊക്കെയാ പറയണത്? എനിക്കിപ്പോ മനസ്സിലായി. ഞാൻ ഇവിടുന്ന് പോയ 2 ദിവസം കൊണ്ട് നിങ്ങൾ ചിന്ന വീടുണ്ടാക്കി. അതിലുള്ള മോനാണിത്. ഒരു വലിയ വീട് എന്നെ കൊണ്ട് നോക്കാൻ പറ്റാനുള്ള പിന്നെ ആ ചിന്ന വീട് ഒന്ന് പോടി അവിടുന്ന്. അയ്യോ, സത്യം പറയണം. സത്യം പറയണം. അത് പിന്നെ പൊന്നു ഞങ്ങളെ ഞാൻ മഴയത്ത് വന്നതാ. ഞാൻ ഡെലിവറി പറയടാ പറ. ആ ഡെലിവറി കഴിഞ്ഞ ആ സ്ത്രീയാണ് നിന്റെ അമ്മ. അവരാണ് തള്ള വിളിച്ച് പറയണത്. സത്യം പറയാം. സത്യം പറയാ. ഞാൻ ഡെലിവറിക്ക് വേണ്ടി ഇവിടെ വരുവായിരുന്നു. ഞാൻ നോക്കുമ്പോ ഈ അങ്കിള് ഇവിടെ ഇരുന്ന് ഈ നൈറ്റൊക്കെ ഇട്ട് മദ്യപിച്ചോണ്ടിരിക്കുന്നു. അവിടെ നിന്ന് ഇങ്ങനെ എത്തി നോക്കുമ്പോ ഇപ്പഴത്തെ ഒരു പെണ്ണ്. അയ്യോ, എന്നെ കൊല്ലാതിട്ട് ആ കാലം കിടന്നു കൊടുക്കണേ. അയ്യോ, സത്യം പറയണം. ഒരു കുടുംബം കലങ്ങാൻ പാകത്തിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അത് ഞാൻ അങ്ങനെ വന്നത് ഇവിടെ ഈ അങ്കിളില്ലേ, ഈ അങ്കിൾ ആ പെണ്ണിന്റെ അടുത്തേക്ക് തന്നത് എന്റെ അമ്മച്ചിയെ. അയ്യോ, ചേച്ചി ഞാൻ പറ്റിച്ചു. സംഭവം ഞാൻ ഡെലിവറി പോയാ. ഞാൻ ഇവിടെ വന്നപ്പോഴേക്കും അമ്മാവൻ എനിക്കൊരു കൂട്ടന്നു. ഞങ്ങൾ മദ്യപിച്ചു, ഫിറ്റായി. ഫ്രാങ്ക് അടിച്ചതാണോ എന്റെ ഫ്രാങ്ക് അടിച്ചു? കുടുംബത്തിന് എന്റെ കുടുംബം തകർക്കാൻ വന്ന പച്ചത്തത്തെ അച്ഛന്റെ ഉച്ചി ഇത് ഞാൻ എടുക്കും. എന്റെ വീട്ടിൽ ഇങ്ങനത്തെ സാധനം ഒരിക്കലും സത്യമല്ല. അവൻ വെറുതെ പിച്ചും പേയും പറയണത്. ഞാൻ പറഞ്ഞില്ലേ എന്റെ പൊന്നു, നിനക്ക് എന്നെ വിശ്വാസമല്ലേ? ഇനി നമ്മളുടെ ഇടയിലേക്ക് ആരും വരില്ല. ഇത് സത്യം സത്യം സത്യം. നീയാണ് സത്യം. ഇനി നമ്മളിവിടെ അടിച്ചു പൊളിക്കും. അതൊന്ന് കട്ട് ചെയ്യണേ. ഇവൻ ഇതുവരെ പോയില്ലേ? എന്റെ ബാഗ് എടുക്കട്ടോ, ഞാൻ ഇതുകൊണ്ടാ ജീവിക്കട്ടെ. നല്ല ഉഷാർ കൈഡി. അമലേ, ജാസ്മിൻ കൊള്ളായിരുന്നു കേട്ടോ. പക്ഷേ നിങ്ങളുടെ കഴിഞ്ഞ സ്കിറ്റിന്റെ ആ ചിരി ഇതുവരെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. അത് വെടിയും പുകയുമായിരുന്നു. അങ്ങോട്ടെത്താനായിട്ട് ഈ സ്കിറ്റിന് കഴിഞ്ഞിട്ടില്ല. എങ്കിലും കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം ചിരിക്കാനുള്ള കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അമലും നീയും തമ്മിലുള്ള കോമ്പിനേഷൻ ഭയങ്കര രസമായിരുന്നു. ആദ്യത്തെ ആ ഒരു പോർഷൻ, ആ കള്ളുകൂടിയുടെയും അച്ഛനും മോനും തമ്മിലുള്ള റിലേഷനും അതൊക്കെ ആയിട്ടുള്ള ആ ഭാഗങ്ങളൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ ജാസ്മിൻ ഭാര്യ രണ്ടാമത് വരുന്നു. ആദ്യം വരുന്നത് സ്വപ്നത്തിലെ സീമ ചേച്ചിയുടെ റോളുമായിട്ട് ആദ്യം വരുന്നു. കുറച്ചുകൂടെയൊക്കെ തമാശ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് മനസ്സ് തുറന്നിങ്ങനെ ആഹ്ലാദിച്ച് തീരുന്നിടം വരെ ഇരിക്കാമായിരുന്നു. അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പോരായ്മകളൊക്കെ ഉള്ളൂ. സാരമില്ല, മാറ്റിയെടുക്കാം. നിങ്ങൾ നല്ല കഴിവുള്ളവരായതുകൊണ്ട് അടുത്ത പ്രാവശ്യം അത് നന്നാക്കി എടുക്കുമെന്നൊരു വിശ്വാസമുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ചേട്ടാ, ഫീൽ ഗുഡ് സ്കിറ്റായിരുന്നു. നല്ലൊരു ഒഴുക്കുണ്ടായിരുന്നു, നല്ലൊരു കഥയുണ്ടായിരുന്നു.
ഇതിനകത്ത് കൗണ്ടറുകൾ ഇങ്ങനെ പടപടപടാന്ന് വരുന്നില്ല. എന്നാൽ പോലും ജാസ്മിനും പ്രദീപുമായിട്ടുള്ള പ്രണയരംഗങ്ങളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അത് കഴിഞ്ഞിട്ട് എടുത്ത് അലക്കാൻ കൊണ്ടുപോയില്ലേ, കൂളായിട്ട് എടുത്ത് പൊക്കിക്കൊണ്ട് പോയിട്ട് അവിടെ ഞാൻ വിചാരിച്ച് അമലിൻ്റെ ദേഹത്ത് എടുത്തിട്ട് അലക്കുമായിരിക്കും. അമലെ ഭയങ്കര ലൈവാണ് കേട്ടോ, നീ ഭയങ്കര ലൈഫുള്ള ആർട്ടിസ്റ്റാണ്. ഭയങ്കര രസമായിട്ട് നീ എന്താണ് പറയാൻ പോകുന്നത്, നീ എന്താ കാണിക്കാൻ പോകുന്നതെന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും ഫ്ലെക്സിബിളായിട്ട് വളരെ രസമായിട്ട്. ഞാനിപ്പോൾ ബിജുവിനോട് പറയായിരുന്നു, നോക്കിയോ ഇവൻ സിനിമയിൽ വരും. കാരണം അത്രയും എന്താ വെച്ചാൽ എന്ത് കൊടുത്താലും അതിനകത്ത് ഇതിൻ്റെ ക്ലൈമാക്സിൽ തന്നെ ബാഗ് മറന്നു പോയിട്ട് എൻഡിൽ വന്ന് കട്ട് ചെയ്യല്ലേ എന്ന് പറഞ്ഞാൽ അതൊരു മികവുള്ളൊരു ആർട്ടിസ്റ്റ് മാത്രമേ പറ്റുള്ളൂ. ഗംഭീര ആർട്ടിസ്റ്റാണ്. അത് വളരെ ശ്രദ്ധയോടെ കൊണ്ടുപോവുക. പിന്നെ ഈ പ്രദീപിൻ്റെ ഒക്കെ ഒരുപാട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ കുമ്പാരിയാണ് പുള്ളി, എന്ത് കാണിച്ചാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ ഈ ഒരു എന്താ പറയുന്ന 3 പേരുടെയും കോമ്പിനേഷനും നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അമലെ, പ്രദീപ്, ജാസ്മിൻ നല്ല സ്കിറ്റായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നത് ഇതിനകത്തൊരു ലാഗോ കാര്യങ്ങളോ നമുക്ക് ഇവിടെ നിന്നിട്ടൊരു വെറുപ്പോ കാര്യങ്ങളോ ഒന്നും തോന്നാത്തൊരു സ്കിറ്റാണ്. തമാശയുടെ ചെറിയ പോർഷനൊക്കെ ഉണ്ടായിരുന്നു, കുറവുള്ള പോർഷൻ ഉണ്ടായിരുന്നു. എനിക്ക് ഈ ക്ലൈമാക്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു വെറൈറ്റി ആയിട്ടൊരു സാധനമായിരുന്നു. ഈ പറഞ്ഞ പോലെ ഒരു ഫീൽ ഗുഡ് സ്കിറ്റായിരുന്നു. 3 പേർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ അടുത്ത പ്രാവശ്യം എന്തായാലും ഇതുപോലെ മുഷിപ്പിക്കാത്ത സ്കിറ്റുമായിട്ട് വരിക കേട്ടോ. ഓക്കെ, ഇതിലും വലുതായിരിക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. പ്രദീപ്, ഒരു ഡൗട്ട്. ഒരു മദ്യപാനിയുടെ ആ വേഷം വളരെ ഭംഗിയായിട്ട് പ്രദീപ് ഇപ്പോൾ ഇവിടെ ചെയ്തു. ഒരു പേഴ്സണൽ കാര്യം ചോദിക്കുകയാണ്, മദ്യപിക്കുമോ? ഞാൻ മദ്യപിക്കുമായിരുന്നു, പക്ഷെ ഇപ്പൊ കുറെ നാളായിട്ട് ഇല്ല. വില കൂടിയോണ്ടാണോ അതോ? അല്ല, എനിക്ക് തന്നെ തോന്നി, വേണ്ടാന്ന് തോന്നി. ഞാൻ പൂർണ്ണമായ ഇവിടെ അറിയായിരുന്നു, അതുകൊണ്ടാണ് ചോദിച്ചത്. അല്ല, നമ്മളൊന്നും പറയല്ല, നമ്മളുള്ള കാര്യമാണ്. ശരിയാ, അതാ എന്നെയൊക്കെ പേടിപ്പിച്ചിട്ടുണ്ട്. അല്ല പ്രദീപേ, ഒരു കാര്യം കൂടി ചോദിക്കാം. മദ്യപാനം നിർത്തിയിട്ട് നമ്മുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചുകൾ സംഭവിക്കുമല്ലോ. അങ്ങനെ ഒരുപാട് ചേഞ്ച് ഉണ്ടായി. എന്തൊക്കെയാ അത്? പ്രോഗ്രാമുകൾ കൂടി, പ്രോഗ്രാമുകൾ അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ടു. മൊത്തത്തിൽ ഉത്തരവാദിത്വം കൂടി അല്ലേ? സമാധാനം, ആരോഗ്യം. നേരത്തെ പ്രോഗ്രാമിനൊക്കെ വിളിക്കുമ്പോ എന്താ നോക്കട്ടെ എന്ന് വെച്ചാൽ അങ്ങനെ പ്രൊഫഷണൽ കുടിയൊന്നും അല്ലായിരുന്നു കേട്ടോ. അങ്ങനെയാണെങ്കിൽ അതൊന്ന് പറഞ്ഞു കൊടുത്താൽ പുള്ളിക്ക് എങ്ങനെ നിർത്തിയെന്നുള്ളത്. അതെന്താണെന്നറിയോ, ഗ്രൂമിങ് സമയത്ത് പുറത്തുള്ള മറ്റുള്ള സുഹൃത്തുക്കളോടും അറിയാവുന്നവരോടൊക്കെ പറയുന്നുണ്ട്, മദ്യപാനം ഉള്ളവരാണെങ്കിൽ പാടില്ല, നിർത്തണം എന്നൊക്കെ പറയാറുണ്ട്. അതുകൊണ്ടാണ് ഞാനത് ചോദിക്കാൻ. അല്ല, അതെന്താണെന്നറിയോ, കലാകാരന്മാർ പലരും ഈ ഒരു ഇതിലേക്ക് പോയിട്ട് അതിൽ തന്നെ അവരുടെ കരിയർ തന്നെ നശിച്ചു പോയ ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമുക്ക് തന്നെ പേഴ്സണലി ഒരുപാട് പേരെ അറിയാം. അങ്ങനെ ഒരു നല്ല തീരുമാനം എടുത്തതിൽ എല്ലാ അഭിനന്ദനങ്ങളും. ആ സന്തോഷത്തിൽ നമ്മൾ മാർക്കിലേക്ക് പോകുന്നു. ഞാൻ തന്നെ കൊടുക്കാം. ഞാനൊരു 10,000 രൂപ കൊടുക്കുകയാണ്. 10,000 രൂപ ഒട്ടും കുറയ്ക്കുന്നില്ല, ഞാനും 10,000. ടോട്ടൽ 20,000 രൂപ ആയിട്ടുണ്ട്. ഞാൻ കറക്കി വിട്ടു കഴിഞ്ഞു. ടോട്ടൽ 35,000 രൂപ. അടുത്ത പ്രാവശ്യം പിന്നെ ഉഷാറായിട്ട് കേട്ടോ, നമ്മൾ ഇതിൽ കൂടുതൽ വാങ്ങിക്കുന്നു. ഓക്കെ, ശരി. നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് തൽക്കാലം മൈൻഡ് അപ്പ് ചെയ്ത് പോവാണ്. ഇതിൽ കൂടുതൽ ഊർജ്ജസ്വലരായി നമ്മൾ അടുത്ത ദിവസം ചിരിക്കാൻ വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ.